പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും എണീച്ച് കുളിച്ച് റെഡിയായിട്ട് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയായിട്ട് അവർ ഡിവൈഡ് ചെയ്ത്. അതിൽ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തേക്കുന്ന നമ്മളെ കിപ്രിയും ഭവ്യയാണ് ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി. ഓരോ ദിവസം ഓരോരുത്തരുമായിട്ട് ഓരോ ഡ്യൂട്ടിയായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ അകത്തുള്ള പണികളും പിന്നെ മുറ്റം തൂക്കൽ അങ്ങനത്തെ ഉള്ള ഓരോന്നായിട്ട് അവരും പോയി. അങ്ങനെ എല്ലാവരും അവരുടെ ജോലി മുരിങ്ങിയിരിക്കും. അങ്ങനെ കിപ്രിയും ഭവ്യയും ഫുഡ് ഉണ്ടാക്കാൻ നേരത്ത് ബാക്കിയുള്ളവർ അവിടെ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ പാത്രം കഴുകുന്ന അങ്ങനെ ഓരോ ജോലിയൊക്കെ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൃഷ്ണപ്രിയ ആ കാര്യം പറഞ്ഞു. എടി, ഇവിടെ കള്ളന്മാരുണ്ട്. ഏ, നീ എന്തൊക്കെയാടി പറയുന്നത്? കള്ളന്മാരുണ്ട്? ആടി, ഞാൻ ഇന്നലെ കണ്ട്. ആരെ? കള്ളന്? എന്തുവാടി കൃഷ്ണപ്രിയ നീ പറയുന്നത്? തെളിച്ച് പറ. എടി, ഇന്നലെ നമ്മൾ കുറേ നേരം തുറക്കാൻ ശ്രമിച്ചൊരു ജനലില്ലേ നമ്മളെ റൂമിൽ? ആ ഉണ്ടടി. ആ ജനലിനിപ്പോൾ എന്ത് പറ്റി? എടി, ഇന്നലെ രാത്രി ഒരു 12 മണിയൊക്കെ ആ സമയമാണെന്ന് തോന്നുന്നു. എനിക്ക് വല്ലാത്ത തണുപ്പാണൊക്കെ തോന്നി. അങ്ങനെ ഞാൻ എണീച്ച് നോക്കിയപ്പോൾ ആ ജനൽ തുറന്നു കിടക്കുന്നടി. അത് കാരണം നല്ല തണുത്ത കാറ്റടിച്ച്. അങ്ങനെ ഞാൻ പോയി ആ ജനൽ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയപ്പോൾ അവിടെ ആരും എന്നെ നോക്കി നിൽക്കണേൻ്റെ കണക്ക് എനിക്ക് തോന്നിയടി. ഓ, അത് നിനക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും. അല്ലടി, അവിടെ ആരും എന്നെ നോക്കി നിൽക്കണേൻ്റെ കണക്ക് വല്ല കള്ളനും ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എടി മന്ദബുദ്ധി, എടി നീ ഇന്ന് ഞാൻ എന്താ വിളിക്കണേ? എന്തുവാടി ഭവ്യ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? സത്യം പിന്നല്ലേ നിന്നെ എന്തടി വിളിക്കണ്ടേ? എടി, എന്തുവാ കാര്യം എന്ന് വെച്ചാൽ എടി ദേവിപ്രിയ, നീ എന്തിനാ ഇങ്ങനെ ചിരിക്കണേ? പിന്നെ ചിരിക്കാതെ നീയൊക്കെ കാണിച്ചു വിട്ടണ കാണുമ്പോൾ എനിക്ക് ചിരിയാവന്നെ. എടി, നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് മുഖം നോക്കിയ കാര്യം പറ. എന്തോ ദേവിപ്രിയെ, എന്തോ ഭവ്യേ? എടി, നീ പറയണോ? അല്ല വേണ്ട, ഞാൻ തന്നെ പറയാം, അതാ നല്ലത്. എന്തു ഭവ്യ, നീ എന്തെന്ന് വെച്ചാൽ പറ. എടി, നീ ചിലപ്പോൾ അവിടെ കണ്ടത് വാഴയായിരിക്കും. എന്ത് വാഴയോ? എൻ്റെ പൊന്നു പിള്ളേരെ, നിങ്ങളൊക്കെ എന്ത് ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരാൾ കള്ളനെ കണ്ടെന്നു, ഒരാൾ വാഴയായിരിക്കും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി കളിക്കുന്നു. എന്തുവാ ഇത്? എൻ്റെ അച്ചു, നീ ഇങ്ങനെ ഹീറ്റാവാതെ, ഞാൻ എല്ലാം പറഞ്ഞുതരും. എടി ദേവിപ്രിയ, നീ തന്നെ എല്ലാം പറ. എടി, നമ്മൾ ആ ജനൽ ഞാൻ ഇന്നലെ തുറക്കാൻ നോക്കി, പക്ഷെ അത് തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കൊളുത്തിട്ടില്ല. ഞാൻ ചിലപ്പോൾ കാറ്റടിച്ച് അത് തുറന്നതായിരിക്കും. അതേ കണക്ക് അവിടെ നേരെ നോക്കിയാൽ വാഴത്തോട്ടം അടി. ഇന്ന് രാവിലെയും കൂടെ ഞാൻ കണ്ടത് ആ വാഴകളെയാണ്. ഇവള് ചിലപ്പോൾ ആ വാഴ ചിലപ്പം രാത്രി വല്ല ഇത് കണ്ടപ്പോൾ അവൾക്ക് വാഴയെ അവളെ ഒരു മനുഷ്യനെ കണക്കൊക്കെ തോന്നിയതായിരിക്കും. അല്ലാതെ അവിടെ കള്ളനോ ഒരു പുല്ലുമില്ല. അപ്പോൾ വാഴയായിരുന്നല്ലേ? ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ വിളിച്ച് ഇനി ഇവിടെ വല്ല കള്ളന്മാരോ ഇതോ ഉണ്ട്. എടി ഭവ്യേ, അവൾ പറയുന്നുണ്ട് ഗ്രാമത്തിൽ കള്ളന്മാർ. എടി, ഇത് സിറ്റി അല്ല, ഗ്രാമത്തിൽ അങ്ങനെ കള്ളന്മാർ അങ്ങനത്തെ ഉള്ളൊരു പ്രശ്നമേ ഇല്ല. ആണല്ലേ? നാണം കെട്ട്, പുല്ല് പറയണ്ടായിരുന്നു. മതി, ഇനി കളിയാക്കിയൊന്നും വേണ്ട. ഫുഡെല്ലാം റെഡിയായി, നമുക്ക് വെച്ചിന് ഫുഡ് കഴിക്കാം. അങ്ങനെ അവിടെ എല്ലാം കളിയും ചിരിയായി ഫുഡെല്ലാം കഴിച്ചിട്ട് അവരോരോ കാര്യങ്ങളും പറയുകയാണ്. എന്നാൽ അവരെ വീക്ഷിച്ചുകൊണ്ട് അവിടെ 2 കണ്ണുകളുണ്ടെന്ന് അവരാരും ശ്രദ്ധിച്ചതുമില്ല. അവരെ നോക്കി ക്രൂരമായി ചിരിക്കുന്ന ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവർക്ക് വരാൻ പോകുന്ന ആപത്തുകൾ അവരറിയുന്നില്ലായിരുന്നു. അങ്ങനെ കളിയും ചിരിയും എല്ലാമായി അന്നത്തെ ദിവസവും അവർ കഴിഞ്ഞു പോവുകയാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഹാളിൽ കൂടിയിരിക്കാൻ വരാൻ അർച്ചന ആ കാര്യം പറഞ്ഞു. എടി, നമുക്ക് എല്ലാവർക്കും കൂടെ സിനിമ ഉണ്ടായാലോ? നല്ല മഴ, നല്ല കാറ്റ്, രാത്രി, നമുക്കൊരു ഹൊറർ സിനിമ എന്ന് പിടിച്ചാലോ? എൻ്റെ പൊന്നു അച്ചു, നിനക്ക് അവന കാര്യം വല്ലതും പറയാം. ഹൊറർ സിനിമ പോലും. എടി, ഇവള് ഹൊറർ സിനിമ അല്ലെങ്കിൽ തന്നെ പേടിച്ചോടുന്ന പെണ്ണ, നീ രാത്രി ഹൊറർ ഒന്ന് പോടി. അതൊന്നുമില്ല, നല്ല വൈബായിരിക്കും. നീയൊക്കെ വാ, നമുക്ക് കണ്ടു നോക്കാം. ആ ശരി, എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോൾ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കിയാലോ? എന്നാൽ പോപ്കോണും എല്ലാം ഉണ്ടാക്കി നമുക്ക് ഹൊറർ സിനിമയും കാണാം. നല്ല സെറ്റ് സമയം. ഇപ്പോഴാണെങ്കിൽ കാണാനും നല്ല മൂഡാണ്. അതും പറഞ്ഞ് അവർ കിച്ചണിലോട്ട് പോയതും പെട്ടെന്നൊരു ഇടി വെട്ടിയതും കറണ്ട് പോയതും ഒരുമിച്ച് പെട്ടെന്നായതുകൊണ്ട് തന്നെ അവർ 5 പേരും ഒന്ന് ഞെട്ടിക്കൊണ്ട് അവർ പരസ്പരം നോക്കി. എൻ്റെ ദേവി, കറണ്ടും പോയി. പുല്ലടിക്കാനായിട്ട് നല്ല മൂടി വന്നതായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? എടി, നിൻ്റെ ഫോണുണ്ടോ? എടി, എൻ്റെ ഫോൺ റൂമിലിരിക്കുക. ഭവ്യ, നിൻ്റെ കയ്യിലോടി? ഇല്ലടി, എൻ്റെയിലും ഇല്ല. അച്ചു, നോക്കണ്ട, എൻ്റെ ചാർജ് തീർന്നു. എന്തോന്നീ, നിങ്ങളെ കയ്യിൽ ആരെയും കയ്യിൽ ഫോണില്ലേ? എടി, ഫോണെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എടി, അടുക്കളയിൽ മെഴുകുതിരി വല്ലതും കാണും. രാവിലെ ഞാൻ കണ്ടായിരുന്നു.
എന്നാൽ ഒരു കാര്യം ചെയ്തേ പ്രിയ, നീ ചെന്ന് മെഴുകുതിരി എടുത്തുകൊണ്ട് പോവാ. അതെങ്കിൽ അത് ആ ശരിയടി, ഞാൻ പോയി ചെന്ന് മെഴുകുതിരി എടുക്കാം. അതും പറഞ്ഞുകൊണ്ട് ദേവിപ്രിയ അടുക്കളയിലേക്ക് പോയി. അവൾ അടുക്കളയിലേക്ക് ചെന്ന് കുറേ തപ്പി മെഴുകുതിരി കണ്ടില്ല. ലാസ്റ്റ് ഫ്രിഡ്ജിൻ്റെ മേളിൽ നിന്ന് അവൾക്ക് മെഴുകുതിരി കിട്ടി. അവൾ മെഴുകുതിരി എടുത്ത് ഇനി തീപ്പെട്ടി ഇനി എവിടെ പോയി തപ്പും? എൻ്റെ ദൈവമേ, ഇവിടെ എവിടെയാണോ തീപ്പെട്ടി കൊണ്ട് വെച്ചിരുന്നത് പുല്ല് പിടിക്കാൻ. അവൾ തീപ്പെട്ടി തപ്പിക്കൊണ്ടിരിക്കാനായിട്ട് പെട്ടെന്ന് ആരോ തൻ്റെ ബാഗിൽ കൂടെ പോകുന്നതിൻ്റെ കണക്ക് അവൾക്ക് ഫീൽ ചെയ്തു. അവൾ തിരിഞ്ഞു നോക്കി, അവിടെ ഒന്നും ആരുമില്ല. ഇതാരാ പോയത്? എനിക്കിനി ഫീൽ ചെയ്തതാണ്. ഇനി അവൾമാർ വല്ലതും കളിപ്പിക്കാൻ വേണ്ടി പുല്ലൊടിക്കാനായിട്ട് എന്തെങ്കിലും ആവട്ടെ. അവൾ അതും പറഞ്ഞുകൊണ്ട് തീപ്പെട്ടി വീണ്ടും തപ്പുകയാണ്. അവൾ തീപ്പെട്ടി എടുക്കാൻ വേണ്ടി പോയി. പെട്ടെന്ന് ആരോ തൻ്റെ ബാക്കിൽ നിൽക്കുന്നതിൻ്റെ കണക്ക് അവൾക്ക് ഫീൽ ചെയ്ത്. അവൾ തിരിഞ്ഞു നോക്കി, അപ്പോഴും അവിടെ ആരുമില്ല. ഇതെന്തോ തീമ്മ, എനിക്കിവിടെ ആരോ ഉള്ളതിൻ്റെ കണക്ക് ഫീൽ ചെയ്യുന്നത്. എന്തെങ്കിലും ആയിരിക്കും, വിട്. എനിക്കാണെങ്കിൽ പേടിയായിട്ടും വയ്യ. അവൾമാർ മുമ്പിൽ പോയി ചെന്ന് പറയാൻ പറ്റുമോ എനിക്ക് പേടിയാണെന്ന്? പറഞ്ഞാൽ എൻ്റെ ഇമേജ് ഡാമേജ് ആവും. നോ വേ, എൻ്റെ ഇമേജ് വിട്ട് ഒരു കളിക്ക് ഞാനില്ല. എൻ്റെ ദൈവമേ കാത്തോളണേ, രാമ 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 എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അതും പ്രാർത്ഥിച്ച് അവൾ തീപ്പെട്ടി തപ്പിയെടുത്ത്. അതിനുശേഷം മെഴുകുതിരി കത്തിച്ചിട്ട് അവൾ പയ്യെ തിരിഞ്ഞതും മുമ്പിലൊരു രൂപം. ഒരു നിമിഷം അവൾ ശ്വാസം എടുക്കാൻ മറന്നുപോയി അങ്ങനെ സ്തംഭിച്ച് നിന്നു.